ഇപ്പൊ ഇവിടെ ക്യാബ് ഓടിച്ചിട്ട് മാസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്? ഇന്നൊരു 40-60 റുപ്യ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. 40,000 രൂപ തൊട്ട് 60,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അത് 60,000 റുപ്യ എന്തായാലും ഓടുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ, നല്ലോണം ഓടുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ 60 റുപ്യ എന്തായാലും ഉണ്ടാക്കാം. വേക്കൻസി ഉണ്ട് ഇപ്പൊ നിങ്ങളെ കമ്പനിയിൽ? മലയാളികൾക്ക് നല്ല വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂർ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം കഫേയിലെ ഈ ദോശ കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ജോബ് ഓഫറിനെ കുറിച്ചിട്ട് അറിയാനിടയായത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിന്റെ ഓണർ ആയിട്ടുള്ള ഷാഹിദ് തന്നെ നേരിട്ട് ചോദിച്ചറിയണമെന്ന് തോന്നി. നമ്മളിപ്പോ മെയിൻ ആയിട്ട് നോക്കുന്നത് മലയാളി ഡ്രൈവേഴ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതെ, ഇതാണ് നമ്മുടെ വണ്ടികൾ. അക്കോമഡേഷൻ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മസ്റ്റ് ലൈസൻസ് വേണം, ലൈസൻസ് ഉണ്ടായിരിക്കണം. പിന്നെ കുറച്ച് വണ്ടി ഒന്ന് ഓടിക്കാനുള്ള അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അത്രയും മാത്രം മതി. അത്രയും വേണം. ഞാൻ ഈ വീഡിയോ ശ്രദ്ധിച്ചപ്പോഴേ ഇത് ബാംഗ്ലൂരുമായി റിലേറ്റഡ് ആണ് സംഭവം. അവിടുത്തെ ജോലി ഓഫർ പറഞ്ഞുകൊണ്ട് അറിയിക്കുന്നൊരു സാധനമാണ്. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളോട് പല ആളുകളും നമ്മൾ ഈ ഒരു പ്രാസ്ഥാനിക രംഗത്തും ഖത്തീബായിട്ടൊക്കെ നിൽക്കുമ്പോഴൊക്കെ ജോലി ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ വന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളും അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ആർക്കെങ്കിലും ഒരു വഴി അതിലൂടെ റിസ്ക് തുറന്ന് കിട്ടുകയാണെങ്കിൽ ഹൈറല്ലേ എന്ന് വിചാരിച്ചു. ഇനി ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ വല്ലാതെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഞാനത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരാൾ വിളിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നമ്മുടെ ഒരു റിലേഷൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്താണ്. നിങ്ങൾ ഈ കേട്ട ഈ പരസ്യം പോലെ ഒന്നും ഇവിടെ നടക്കണില്ല. ഒന്ന് ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക് അങ്ങേയറ്റാണ്, ഓടി എത്തൂല. അത്രയും നിൽക്കാതെ ഓടി ഒരാൾക്കാണ് ഈ പറഞ്ഞ പോലെ 45,000-50,000 കിട്ടാൻ പറ്റും. അതൊരിക്കലും ബാംഗ്ലൂരിൽ നടക്കാൻ പോണില്ല. പിന്നെ ഉറങ്ങാതെ രാവും പകലും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കണം. അതൊരാളെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ എന്നിട്ട് ഈ ഓഫർ കേൾക്കുന്ന കുറേ മനുഷ്യന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ കണ്ട് നാട്ടിൽ 10-20,000 റുപ്യ ശമ്പളമുള്ള ജോലി ഉണ്ടാവും. ഈ ജോലി അങ്ങ് കളഞ്ഞിട്ട് ഈ കാര്യത്തിനൊപ്പം ഇറങ്ങി പുറപ്പെടും. നമ്മുടെ കയ്യിലുള്ളതിനെ വിട്ടിട്ട് പറക്കണതിനെ പോയി ചാടി പിടിക്കുന്നതിൻ്റെ അവസ്ഥ ഇത്തരത്തിലുള്ള ധാരാളം പരസ്യവാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ പുലർച്ചെ 3 മണി വരെ ഇന്ന ഹൈപ്പർ മാർക്കറ്റിൽ ഓഫറുണ്ട്. എന്താ ഓഫർ? 1000 രൂപക്ക് പർച്ചേസ് ചെയ്താൽ 1 കിലോ ഉള്ളി ഫ്രീ കിട്ടും. ഇനി അതിന് 3 മണി വരെ തിരക്ക് കൂട്ടിയിട്ട് മനുഷ്യന്മാർ ആകെ ബഹളം വെച്ച് റോഡ് ബ്ലോക്കായി. എന്താ പല അവസാനം ലാഭം എന്താണ്? 1000-ൽ എത്രയോ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും ചിന്തിക്കണില്ല. പരസ്യവാചകങ്ങൾ കണ്ടുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒട്ടനേകം ഫീൽഡിലുള്ള ആൾക്കാർ അവർ എപ്പോഴും ചിന്തിക്കണത് ഞാൻ ഈ കാണുന്നത് എന്താ പറയുക, അതിൻ്റെ പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല ജോലിയാണ്, ശമ്പളം എത്ര കിട്ടുമെന്നാണ് പറയണത്, താമസം ഉണ്ടെന്നാണ് പറയുന്നത്, ബാംഗ്ലൂരിലാണ് എന്നൊക്കെ മാത്രം ചിന്തിക്കുകയാണ്. ഇങ്ങനെ നെഗറ്റീവ്സ് എന്താണ്? ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ ഓടണം, നമുക്ക് ഓട്ടം കിട്ടണം, വേറെയും വാഹനങ്ങൾ അവിടെ ഉണ്ട്, അതേപോലെ തന്നെ നാട് വിട്ട് വേറെ സ്ഥലത്ത് പോയി നിൽക്കണം, വേറെ എക്സ്പെൻസ്, ബാംഗ്ലൂരിലെ എക്സ്പെൻസ് ഉണ്ടാകും. ഇതൊന്നും നെഗറ്റീവ് വശങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വെറും കാണുന്ന ഗൾഫ് ജോലികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഗൾഫിലാണ് ഒരു ജോലി ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നാട്ടിലുള്ള നല്ല സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നവർ മറുഭാഗം ചിന്തിക്കണമെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. അക്കരപ്പച്ച തേടി പോകാന്ന് പറയും. അത്രയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് പലപ്പോഴും നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ സ്ക്രോളിങ്ങുകൾ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, നമ്മുടെ ഏത് പ്ലാറ്റ്ഫോമിലും സ്ക്രോളിങ്ങിലും പലപ്പോഴും കണ്ടുവരുന്ന പരസ്യങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് വന്നു. ഇത് അക്കാഡമിക്സ് രംഗത്തും വരാറുണ്ട്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇന്ന അക്കാഡമിയിൽ അല്ലെങ്കിൽ ഇന്ന കോഴ്സിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുമെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അക്കാഡമിക് രംഗത്ത് പരസ്യപ്പെടുത്തുന്ന പല ആളുകളും ഫേക്കാണ്, പല പരസ്യങ്ങളും ഫേക്കാണ്. അതുകൊണ്ട് അതിൽ പെട്ടുപോയി ഇനി തിരിച്ചു വരവില്ലാത്തതിനാൽ പെട്ടുപോയി ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളത്. പണം കൊടുത്ത പണം പോകുന്നു, അതെ, വർഷങ്ങൾ പോകുന്നു. അയാളുടെ ജീവിതത്തിലെ പിന്നെ ഇതിലുണ്ടാകുന്ന ഈ ഒരു അപമാനം വരാനുണ്ടല്ലോ, ദുരഭിമാനം, വല്ലാത്തൊരു ഇതാണ് ആളുകളുടെ മുമ്പിൽ ഫേസ് ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ആത്മഹത്യാ കേസുകളിലേക്ക് എത്ര ആളുകൾ വന്ന് പെട്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ആൾക്കാർ തിരിച്ചു വരുന്നത് വട്ടപൂജയായിട്ടാണ് വരുന്നത്. ഈ ഒരു അവസ്ഥ ഇനി പുതിയ കാലത്ത് ഈ റീൽസിൻ്റെ കാലഘട്ടത്തിലാണല്ലോ കാണുന്ന അവിടെ അതുപോലെ അപ്പോൾ ഏത് കാര്യത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിൻ്റെ റിസ്കിനെക്കുറിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുകയും ഇതാണ് ഈസി എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നം. ഉദാഹരണത്തിന് ഞാനൊരു കോളേജിൽ അധ്യാപകനാണ്. അപ്പോൾ എന്നോടൊരാൾ വന്ന് പറയുകയാണ്,
നിങ്ങളിങ്ങനെ ഡെയിലി ഇങ്ങനെ പഠിപ്പിച്ചു പോയാൽ എന്താ ഇപ്പോൾ കിട്ടുക? നിങ്ങൾക്ക് ഞാനൊരു കോളേജ് നടത്താൻ തരാം, നിങ്ങളത് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖം, ഒരുപാട് ലാഭം ഉണ്ടാവും അങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വരുമാനം പോലും നഷ്ടപ്പെടുകയും ഉറങ്ങാൻ പറ്റാതെ ഞാൻ അവിടെ കടന്ന്, എനിക്കിപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയി, അവിടെ എനിക്ക് വമ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വരാൻ പോണത്. ആ സിസ്റ്റം, ആ ഒരു വ്യവസ്ഥ മൊത്തം ഞാൻ കൈകാര്യം ചെയ്യണം. അവിടെ വരുന്ന മുഴുവൻ നഷ്ടങ്ങളും എൻ്റെ നഷ്ടങ്ങളാണ്. ഇതൊന്നും ചിന്തിക്കാതെ അവിടെ നമ്മളിപ്പോൾ അവിടെ മറ്റേ ആളെ കീഴിലല്ലേ, ചെറിയ ശമ്പളമല്ലേ ഉണ്ടാവുള്ളൂ, എന്താ പറയുക കാര്യമുള്ളൂ എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗം ചിന്തിക്കാതെ എടുത്തു ചാടി പോകുന്ന കുറേ ആൾക്കാർ. അതേപോലെ തന്നെ ചിന്തിക്കുന്ന മറ്റൊരു മേഖലയാണ് മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവനെന്ത് ചിന്തിക്കും? അവനക്ക് ഒരു മാസം ഒരു കടയിലാണെങ്കിൽ ഷോപ്പിലാണെങ്കിൽ അവന് സാലറി കിട്ടുന്നുണ്ടാവും. പക്ഷേ അവിടെ എന്തല്ല, ഒരു മുതലാളിയുടെ കീഴിലായിരിക്കും. എല്ലാ കല്യാണത്തിനും പങ്കെടുക്കാൻ പറ്റില്ല, സമയത്ത് പള്ളിക്ക് ഇറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലാ പരിപാടിക്കും പോകാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലാ മീറ്റിങ്ങിനും പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ അയാളുടെ ജോലി കാര്യമായിട്ട് ചെയ്താൽ അവിടെ ഇതും ജീവിച്ചു പോകാൻ പറ്റും. അയാൾ അത് ഒഴിവാക്കി എന്നിട്ട് അയാൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വലിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ പിന്നെ മുഴുവൻ റിസ്ക് ആരമേല ഒരൊറ്റ വ്യക്തിയുടെ കീഴിലേക്ക് അത് മാറപ്പെടും. അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ഇതേ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ചിന്ത തുടക്കം കുറിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നല്ലവണ്ണം ആലോചിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയും മാത്രം, പരസ്യവാചകങ്ങൾ മാത്രം ശ്രദ്ധിച്ചും അവിടെ കാണുന്ന റീൽസിൽ കാണുന്ന ഒരു മിനിറ്റിൻ്റെ വാക്ചാതുരി കൊണ്ട് മാത്രം പോയി നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ടതൊന്നും നഷ്ടപ്പെടുത്തരുതേ എന്ന് മാത്രമാണ് ഇന്നത്തെ ചിന്തയിൽ പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ കാണുന്ന ഏത് പരസ്യത്തിലായാലും, അത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ആയാലും ഇനി മഹാനടന്മാരുടെ ആണെങ്കിലും, അവർക്ക് പണം ലഭിച്ചു കഴിഞ്ഞാൽ, അവർ ആവശ്യപ്പെടുന്ന ആ പണം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ആ വാചകം പറയും, അവരതിന് പ്രൊമോട്ട് ചെയ്യും. അതിൽ നമ്മൾ വീണു പോകരുത്. അത് അവരുടെ ബിസിനസ്സാണ്, അത് അവരുടെ മൈഷത്താണ്, അവരങ്ങനെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒതൻറ്റിസിറ്റി നോക്കാത്ത പലരും ഉണ്ടാകും. എന്നാൽ നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി കയറെടുത്ത് ഓടുന്ന ഒരവസ്ഥ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഒരു വാർത്ത വന്ന് കിട്ടിയാൽ അത് പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ട് വേണം അതിലേക്ക് ഇറങ്ങാനെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിം ഒരിക്കലും അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നതാണ് ഇന്നത്തെ ചിന്തയിൽ നമുക്ക് ഉണർത്താനുള്ളത്. അൽഹംദുലില്ലാഹ്.